ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇത് നേരത്തെയും ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്ന് ലീഗ് ഇത് പരസ്യമായിട്ട് കൈകൊടുത്തിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. മുസ്ലിം ലീഗും ഉണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യത്തിൽ. യൂത്ത് ലീഗ് നേരത്തെ തന്നെ ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ വിഭജനം. അല്ല മഞ്ജുഷ, നിങ്ങൾ മലപ്പുറം ജില്ല വിഭജനം എന്ന് ചർച്ചയാക്കല്ലേ? അല്ല മഞ്ജുഷ, എന്തിനാണ് കേരള ഗവൺമെന്റ് പറഞ്ഞത് കേരളത്തിൽ പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കാര്യം ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ഏതാനും നിവേദനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ കാര്യത്തിലാണെങ്കിൽ കാന്തപുരം ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ യാത്രയുടെ സമയത്ത്. പക്ഷെ ആവശ്യം ശക്തമായിട്ട് വരുന്ന മലപ്പുറം ജില്ലയുടെ കാര്യത്തിലാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണവുമായിട്ട് വന്നിരിക്കുന്നത്. ശരി ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇതിപ്പോൾ ഈ മലപ്പുറത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ മതവുമായിട്ട് കൂട്ടിക്കലർത്തുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ടല്ലോ. ഞാൻ വരാൻ താങ്കളിലേക്ക്. അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും ഈ ചർച്ചയ്ക്കില്ല ശ്രീ സി കെ ശാക്കർ, അങ്ങനെ കണക്കാക്കാതെ. ഞാൻ പറഞ്ഞത് ലീഗ് മുൻപ് ഇത് കൈ കൊടുത്തിരുന്നില്ല ഈ വിഷയത്തിൽ പരസ്യമായിട്ട്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമായിരുന്നു. അതിനൊരു കാരണം SDP ആണ് ഇത് ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അവർ അതിൽ പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരാണ് ശക്തമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതൊരു കാരണമായിട്ട് വന്നിട്ടുണ്ടല്ലോ. മതം എപ്പോഴും കടന്നു വരും ഈ മലപ്പുറം ജില്ലയുടെ വിഭജനം ചർച്ചയാകുമ്പോൾ. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ശ്രീ ആനന്ദ് കൊച്ചുകുടി. അല്ല, ഇതിൽ സംഘപരിവാറിന് പ്രത്യേകിച്ച് അവർക്ക് സ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ BJPയുടെ ഒരു പ്രതിനിധി അവരാണ് ഈ ആവശ്യത്തെ എതിർക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അതിന് അവർക്കൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഹെഫ്റ്റ് ഉണ്ട്. അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ 3 MLA-മാരുണ്ട് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഒരു പ്രാധാന്യം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ ഇതിനെ എതിർക്കുമെന്നുള്ളത് അതിപ്പോൾ അവരെതിർത്തില്ലെങ്കിൽ പോലും അവരവരുടെ അഭിപ്രായം വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും അവരെതിർക്കുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് പ്രധാനമായിട്ടും മതാടിസ്ഥാനത്തിൽ ഈ മലപ്പുറത്തെ കാണുന്ന ഒരു അങ്ങനെയാണല്ലോ സംഘപരിവാർ സംഘടനകൾ എല്ലാ കാര്യത്തിലും മത അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അത് സംഘപരിവാർ മാത്രമല്ല, ഈ പറഞ്ഞ SDPI ആണെങ്കിലും ഇതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതപരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന സംഘടനകൾ കേരളത്തിലുണ്ട്. അതിപ്പോൾ കാസ പോലെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എന്നാൽ മതപരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന വേറെ സംഘടനകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം, ഈ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു മലപ്പുറം എന്നതിനപ്പുറം, ഇപ്പം ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല കാലാകാലങ്ങളായിട്ട്, അതായത് ഈ കാസർഗോഡ് ജില്ല വരുന്നതിന് മുൻപും ഈ ഇടുക്കി ജില്ലയുടെ രൂപീകരണ സമയത്തുമൊക്കെ മൂവാറ്റുപുഴ ജില്ലയ്ക്ക് ആവശ്യം അന്ന് വലിയ തോതിൽ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറം എന്ന് പറയുന്നതിന് ഇത്രയും വലിയൊരു ഫാക്ടർ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മതപരമായിട്ട് അതിനെ ആൾക്കാർ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംഘപരിവാറിന് പുറത്തും പല ആൾക്കാരും മലപ്പുറത്തെ മതപരമായിട്ട് കാണുന്നുണ്ട്. അതിന് കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ 1947 വരെ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഈ പാകിസ്ഥാൻ പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല, അവരുടെ പൂർവികരായിട്ടുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ പക്ഷത്ത് അന്ന് ഇസ്മായിൽ സാഹിബൊക്കെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ വന്നതിൻ്റെ ഒരു 2 പതിറ്റാണ്ടിന് ശേഷം 1967 സപ്തകക്ഷി മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. അപ്പോഴാണ് ഈ ലീഗിൻ്റെ കൂടെ CPM-ഉം CPI-യും എല്ലാവരും കൂടി ഭരണത്തിൽ വരുമ്പോഴാണ് വീണ്ടും ഈ മലപ്പുറം ജില്ല എന്ന ആശയം അതിനെ സാക്ഷാത്കരിക്കുന്നതും. ആ ജില്ല കിട്ടിക്കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ആ മുന്നണി പിളരുകയും കുറുമുന്നണി ഉണ്ടാകുകയും ലീഗും CPM-ഉം രണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും അന്ന് K കേളപ്പനെ പോലെ, ഇപ്പോൾ ഇവിടെ ശ്രീ സംഘപരിവാറിൻ്റെ നേതാവ് പറയുന്നുണ്ടല്ലോ, അതായത് അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളും അന്ന് മറ്റെല്ലാ പാർട്ടികൾ കൂടുതലും എതിർക്കുകയാണ് ചെയ്തത്. അന്ന് K കേളപ്പനെ പോലെ, അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും K കേളപ്പനെ പോലെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ എല്ലാവരും അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുത അതാണ്. 47 വരെ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭജനപരമായിട്ടുള്ള കാര്യം ഇവിടെ നിലനിന്നിരുന്നു. അതിനു മുൻപ് 1921 മാപ്പിള ലഹള അല്ലെങ്കിൽ ആ ചരിത്രം വേറെയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിഷയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഈ പറയുന്നത് പോലെ
ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏകദേശം 50 ലക്ഷം ആൾക്കാരുള്ള ഒരു ജില്ലയാണ് കേരളത്തിലിപ്പോൾ. വയനാടാണെങ്കിലും ഇടുക്കിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജില്ലകൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു ജില്ലയായിട്ട് നിലനിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തെ മാത്രമല്ല, പാലക്കാടിനെയും കോഴിക്കോടിനെയും തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി താലൂക്കിനെയും ഉൾപ്പെടെ വീണ്ടും വിഭജിച്ചാൽ മാത്രമേ മലപ്പുറം 2-3 ജില്ലകളായിട്ട്, അത് ചില ഭാഗങ്ങളൊക്കെ കോഴിക്കോടിൻ്റെ കൂടെയും ചില ഭാഗങ്ങൾ പാലക്കാടിൻ്റെ കൂടെയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്തായാലും ഈ തിരൂരും പെരിന്തൽമണ്ണയൊക്കെ ഒരേ ജില്ലയിൽ വരിക, അതായത് ഒരു ജില്ലയിൽ തന്നെ 4 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തുക, അല്ലെങ്കിൽ മലപ്രദേശവും തീരപ്രദേശവും അടങ്ങിയ ജില്ല എന്ന രീതിയിൽ മലപ്പുറം ഒരു ജനസംഖ്യ മാത്രമല്ലല്ലോ, ഭൂപ്രദേശം നോക്കിയാൽ പോലും മലപ്പുറത്ത് പലതരത്തിലുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. അപ്പോൾ അത് മലപ്പുറം എന്ന ഒരു ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം എന്ന ഒരു സ്ഥലത്തെ മാത്രം നമ്മൾ ഈ ചർച്ചയിലേക്ക് വലിച്ചിടാതെ ഇവിടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് ഒരു ജില്ല വേറെ വേണം, പിന്നെ കായംകുളം ആസ്ഥാനമാക്കി ഓണാട്ടുകര ജില്ല, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി വേറെ ഒരു ജില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിവേദനമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു നിവേദനം വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയാണോ നെടുമങ്ങാട്? നെയ്യാറ്റിൻകര. ഓക്കെ, നെയ്യാറ്റിൻകരയാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തായാലും ഒരു ജില്ലയ്ക്ക് കൂടിയുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. ഈ ഓണാട്ടുകര ജില്ല എന്ന് പറയുന്നത് ആ പ്രത്യേക ഭൂപ്രദേശം, ഇപ്പോൾ ഹരിപ്പാട്, മാവേലിക്കര, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കായംകുളം, അത് ഒരു ജില്ലയാക്കാവുന്ന ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക സംസ്കാരമുള്ള ഒരു പ്രദേശമാണ്. മൂവാറ്റുപുഴ ജില്ല, അതിൽ തൊടുപുഴ, ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള തൊടുപുഴ ഉൾപ്പെടെ, കോതമംഗലം, പിറവം, ഇതെല്ലാം ഉൾപ്പെടെ ഒരു ജില്ല, മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മലപ്പുറം ഇപ്പോൾ തന്നെ വിഭജിച്ച് പാലക്കാടിനെയും കോഴിക്കോടിനെയും വീണ്ടും വിഭജിച്ച് അവിടെ 2 ജില്ലകൾ പുതിയതുണ്ടാക്കാവുന്നതാണ്. ഒരു ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം എന്നുള്ളത് 3 കഷ്ണങ്ങളായിട്ട് 3 ജില്ലകളാക്കാവുന്നതാണ്. ചില ഭാഗങ്ങൾ കോഴിക്കോടിനെയും ചില ഭാഗങ്ങൾ പാലക്കാടിനെയും കൂടെ ചേർക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പിന്നെ അതുകൂടാതെ കണ്ണൂർ ഭാഗത്ത് വേറെ ജില്ല ഉണ്ടാകും. തലശ്ശേരി വേണമെങ്കിൽ വേറൊരു ജില്ല ആക്കാവുന്നതാണ്. വടകര, തലശ്ശേരി എല്ലാം കൂടി ഒരു ജില്ല അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ കേരളത്തിലൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 ജില്ലകളെങ്കിലും കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയിലധികമോ ജില്ലകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ 14 ജില്ലകൾ എന്ന് പറയുന്നത് ഈ റവന്യൂ അധികാരികൾക്ക് മാത്രം അല്ലെങ്കിൽ റവന്യൂ ഓഫീഷ്യൽസിന് മാത്രം കിട്ടുന്ന ഗുണമല്ല. സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് പോകാൻ മണിക്കൂറുകൾ സഞ്ചരിക്കണമെങ്കിൽ അത് ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ. കേരളത്തിലൊരു ഹൈക്കോടതി കൊച്ചിയിൽ വന്നത്, എറണാകുളത്ത് വന്നത് തന്നെ ഇതുപോലെയുള്ള ഈ യാത്രയുടെ പേരിൽ മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ എന്തായാലും ജില്ലകളുടെ എണ്ണം കൂട്ടേണ്ടതാണ്. അത് നമ്മൾ ഈ മലപ്പുറം എന്ന് പറയുന്ന ആ മതാടിസ്ഥാനത്തിൽ മാത്രം അതിനെ നോക്കിക്കാണുമ്പോഴാണ് അതിനെ എതിർപ്പ് വരുന്നത്. അതായത് ഈ 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ അതിലൊരു തെറ്റുപറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മുസ്ലിം പ്രദേശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ആ ഒരു പ്രദേശങ്ങളെല്ലാം മാത്രം കൂട്ടിച്ചേർത്ത് പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മലപ്പുറം ഉണ്ടാക്കിയ ആ ഒരു തീരുമാനം തെറ്റിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അത് മതാടിസ്ഥാനത്തിലല്ല, അത് പല ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്ന് EMS ആ ഒരു ടോക്കണിസം അല്ലെങ്കിൽ ആ ഒരു വോട്ട് കിട്ടാനുള്ള ആ തന്ത്രം CPM അന്ന് പുറത്തെടുത്തതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഇപ്പോഴും സംഘപരിവാർ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ ഇവിടെ ഈ വിഷയത്തിൽ അവർക്ക് ഒരു ദുസൂചന നൽകിക്കൊണ്ട് ഈ കാര്യത്തെ എതിർക്കാൻ അവർക്ക് പറ്റുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.